യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, തിരുനാൾ ഒരുക്കമായുള്ള ദിവ്യബലിയുടെയും നൊവേനയുടെയും 3-ാം ദിനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പ്രത്യേകമായ നിയോഗം അറക്കൽ ടൈറ്റസ് കുടുംബത്തിൻ്റെതുമാണ്. ഹെർണിയ, അലർജി എന്നീ അസുഖങ്ങൾ സുഖപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥന സഹായം അഭ്യർത്ഥിക്കുകയാണ്. കുടുംബത്തെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ കുടുംബത്തെ പ്രത്യേകമായി സമർപ്പിച്ച് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് പ്രത്യേകമായി നമ്മുടെ ഇടവകയിൽ 2 കുട്ടികളുടെ ജ്ഞാനസ്നാനം നടന്നു, 2 വിവാഹവും നടന്നു. വലിയൊരു കാര്യമാണ് നമ്മുടെ ഇടവകയ്ക്ക്. ആ കുടുംബങ്ങളെയും ആ കുഞ്ഞുങ്ങളെയും പുതിയ ആ 2 കുടുംബങ്ങളെയും പ്രത്യേകമായി സമർപ്പിച്ച് ഇന്നത്തെ ദിവ്യബലിയിലും നൊവേനയിലും നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനാകും മെഴുതിരിയുരുകിയാലേ
അങ്ങ് ആകാശം പിളർന്ന് ഇറങ്ങി വന്നെങ്കിൽ മലകൾ അങ്ങയുടെ സന്നിധിയിൽ ഉരുകിപ്പോകും. അങ്ങല്ലാതെ വേറൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽക്ക് ആരും കേട്ടിട്ടില്ല. ദൈവമേ, അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്നവ കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടുമില്ല. സന്തോഷപൂർവ്വം നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സന്ദർശിക്കുന്നു. അങ്ങയുടെ വഴികളിൽ അവർ അങ്ങയെ ഓർക്കുന്നു. പാപം ചെയ്ത ഞങ്ങളോട് അങ്ങ് കോപിച്ചു. വളരെ കാലം ഞങ്ങൾ പാപത്തിൽ ജീവിച്ചു. ഞങ്ങൾക്ക് രക്ഷയുണ്ടോ? ഞങ്ങളെല്ലാവരും ശുദ്ധിയില്ലാത്ത മനുഷ്യരെ പോലെ ആയിത്തീർന്നു. ഋതുവായ സ്ത്രീയുടെ മലിനമായ വസ്ത്രങ്ങളെ പോലെയായി ഞങ്ങളുടെ സൽപ്രവർത്തികൾ. ഞങ്ങളെല്ലാവരും ഇല പോലെ വാടി. കാറ്റെന്ന പോലെ ഞങ്ങളുടെ അക്രമങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കൊണ്ടുപോയി. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങിൽ ദൃഢമായി ആശ്രയിക്കാൻ അഭിലഷിക്കുകയും ചെയ്യുന്നവരുമായി ആരുമില്ലാതായി. അങ്ങയുടെ മുഖം ഞങ്ങളിൽ നിന്ന് അങ്ങ് മറച്ചു കളഞ്ഞു. ഞങ്ങളുടെ പാപങ്ങളുടെ കയ്യിൽ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചു. എങ്കിലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാകുന്നു. ഞങ്ങൾ കളിമണ്ണും അങ്ങ് ഞങ്ങളെ എറിയുന്നവരുമാകുന്നു. ഞങ്ങളെല്ലാവരും അങ്ങയുടെ കരവേലയുടെ ഫലമാണ്. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, ഞങ്ങളെ സമൃദ്ധീകരിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി അങ്ങയുടെ പ്രസാദമുഖം ഞങ്ങളുടെ നേർക്ക് തിരിക്കണമേ. ദൈവമേ, ഞങ്ങളെ സമുദ്ധരിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി അങ്ങയുടെ പ്രസാദമുഖം ഞങ്ങളുടെ നേർക്ക് തിരിക്കണമേ. ഇസ്രായേലിനെ ശ്രമിച്ചാലും കുരുകുലനെ അധിവസിക്കുന്നവനെ അങ്ങ് പ്രകാശിച്ചാലും അങ്ങയുടെ ശക്തി പ്രകാശിപ്പിക്കണമേ. ഞങ്ങളെ രക്ഷിക്കുവാൻ വരണമേ. ദൈവമേ, ഞങ്ങളെ സമുദ്ധരിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി അങ്ങയുടെ പ്രസാദമുഖം ഞങ്ങളുടെ നേരെ തിരിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമേ, അങ്ങ് ഒരിക്കൽ കൂടി പ്രത്യാഗമിക്കണമേ. സ്വർഗത്തിൽ നിന്നും വീക്ഷിക്കുകയും കടാക്ഷിക്കുകയും ചെയ്യണമേ. ഈ മുന്തിരി അങ്ങ് സന്ദർശിക്കണമേ. അങ്ങയുടെ വലതുകൈ നല്ല മുന്തിരിയെ, അങ്ങ് വളർത്തിയ കുഞ്ഞു ചെടിയെ സംരക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങളെ സമുദ്ധരിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി അങ്ങയുടെ പ്രസാദമുഖം ഞങ്ങളുടെ നേരെ തിരിക്കണമേ. അങ്ങയുടെ വലതുവശത്തുള്ള മനുഷ്യന്റെ മേൽ, അങ്ങ് വളർത്തിയ മനുഷ്യ സന്തതിയുടെ മേൽ അവിടുത്തെ കരമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ അങ്ങയെ വിട്ടുപിരികയില്ല. ഞങ്ങൾക്ക് അങ്ങ് നവ്യജീവൻ നൽകണമേ. അങ്ങയുടെ നാമം ഞങ്ങൾ പ്രകീർത്തിക്കും. ദൈവമേ, ഞങ്ങളെ സമുദ്ധരിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി അങ്ങയുടെ പ്രസാദമുഖം ഞങ്ങൾക്ക് നേരെ തിരിക്കണമേ. സഹോദരരെ, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ ഈശോമിശിഹായിൽ നിന്നും കൃപയും സമാധാനവും. ഈശോമിശിഹായിൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവകൃപ നിമിത്തം ഞാൻ എപ്പോഴും നിങ്ങളെ പ്രതി ദൈവത്തെ സ്തുതിക്കുന്നു. എന്തെന്നാൽ ഭാഷാവരത്തിലും വിജ്ഞാനത്തിലും എന്നല്ല, എല്ലാ കാര്യങ്ങളിലും ഈശോമിശിഹായിൽ നിങ്ങൾ സമ്പന്നരാണ്. നമ്മുടെ കർത്താവായ ഈശോമിശിഹാ പ്രത്യക്ഷപ്പെടുന്നത് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് അനുഗ്രഹത്തെ ഒരു കുറവുണ്ടായിട്ടില്ല. തന്നിമിത്തം മിശിഹായെ പറ്റി നിങ്ങൾക്ക് സിദ്ധിച്ചിട്ടുള്ള സാക്ഷ്യം സ്ഥിരീകൃതമായിരിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ ആഗമനവേളയിൽ നിങ്ങൾ കുറ്റമറ്റരായിരിക്കത്തക്ക വിധം അവിടുന്ന് നിങ്ങളെ കാത്തുകൊള്ളും.
തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു മിശിഹായുടെ സഖ്യത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അങ്ങയുടെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ മഹത്വം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചു തന്നെ മറിയം അവരുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. പരിശുദ്ധ അമലോത്ഭവ മാതാവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ വികാരി ടൈറ്റസ്, സഹവികാരി ടിനുവച്ച, സ്നേഹമുള്ള ബ്രദേഴ്സ്, ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധന്തിമാരെ, അവരുടെ കുടുംബാംഗങ്ങളെ, ഈ തിരുനാളിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും ഒരു നിമിഷം ഓർക്കുകയാണ്. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെയും പ്രാർത്ഥനയോടെ തുറന്നു വായിക്കേണ്ട മനോഹരമായ ഒരു പുസ്തകമാണ് പരിശുദ്ധ കന്യകാമറിയം. പ്രാർത്ഥനയോടെ തുറന്നു വായിക്കേണ്ട മനോഹരമായ ഒരു പുസ്തകമാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവാലയങ്ങളൊക്കെ അടക്കപ്പെട്ടു. ദൈവജനത്തിന് പതിവ് പോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. മരിച്ചവരെ നല്ല ശുശ്രൂഷ നൽകി അടക്കം ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. ആരെയും പരസ്പരം കാണുവാനോ സംസാരിക്കുവാനോ സാധിക്കുന്നില്ല. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ള ഭീതിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും നാളെ എൻ്റെ അവസ്ഥ എന്താണ്, നാളെ എനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള
ഭീതിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന നന്മകൾക്ക് നന്ദി പറയുവാനായിട്ട് നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിന്ന് ചിന്തിക്കുക. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെ ഒളിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പഴയ നിയമത്തിൽ കർത്താവിൻ്റെ സൃഷ്ടിയിലേക്കൊന്ന് യാത്ര പോവുകയാണ്. ദൈവത്തോട് ആരും പറയുന്നില്ല സൃഷ്ടികർമ്മം നടത്തുവാനായിട്ട്. പക്ഷേ ദൈവത്തിന് നമ്മളോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ കർത്തവ്യമാണ് ദൈവം സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുക. 5 ദിവസം കൊണ്ട് കർത്താവ് മനോഹരമായ ഒരു സൃഷ്ടികർമ്മം നടത്തുന്നുണ്ട്. മനുഷ്യന് വാസയോഗ്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും മനോഹരമായ രീതിയിൽ കർത്താവ് അവിടെ ഒരുക്കി വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. കർത്താവ് ഈ 5 ദിവസം ഒരു കാര്യം മാത്രം പറയുന്നുള്ളൂ. എന്താണത്? അത് ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. കർത്താവ് ഓരോ നിമിഷവും ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അവിടെ മനോഹരമായ സൃഷ്ടികർമ്മങ്ങൾ നടത്തുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സ്ഫോട എന്ന് പറയും, സ്ഫോടനം എന്നാണ് പറയുക. കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറയുന്ന മനോഹരമായ ആ നിമിഷത്തിൽ ഒരു സ്ഫോടനം പോലെ അവിടെ മനോഹരമായ സൃഷ്ടികർമ്മം നടത്തുകയാണ്. ദൈവത്തിന് തന്റെ മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹത്തിൽ ദൈവം മനോഹരമായ സൃഷ്ടികർമ്മം നടത്തിക്കൊണ്ട് മനുഷ്യന് വാസയോഗ്യമായ രീതിയിൽ ഒരു പ്രപഞ്ചം അവിടെ സൃഷ്ടിക്കുകയാണ്. അതിനുശേഷം മനുഷ്യൻ തെറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, മനുഷ്യനെ ഉടമ്പടിയിലൂടെ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവ മനുഷ്യന് പല വിധത്തിലാണ് സ്നേഹിക്കുക. ഒന്നാമതായിട്ട് യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ വ്യക്തിപരമായിട്ട് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് 1 യോഹന്നാന്റെ 4:8 വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളില്ലാതെ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. മൂന്നാമതായിട്ട് ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ തന്നെ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ പല വിധത്തിലാണ് കർത്താവ് ഓരോ മനുഷ്യരെയും സ്നേഹിക്കുന്നതായിട്ട് നമ്മൾ കാണുക. തെറ്റ് ചെയ്യുമ്പോൾ ഉടമ്പടിയിലൂടെ സ്നേഹിക്കുന്നു. തന്റെ മനുഷ്യന് വാസയോഗ്യമായ രീതിയിൽ മനോഹരമായ പ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുന്നു. പിന്നെ പ്രവാചകന്മാരെ ദൈവം അയച്ച് മനുഷ്യനെ സ്നേഹിക്കുന്നു. രാജാക്കന്മാരെ അയച്ച് സ്നേഹിക്കുന്നു. ഒടുവിൽ പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയെ ആദ്യം തിരഞ്ഞെടുത്തുകൊണ്ട് വിളിച്ചുകൊണ്ട് തന്റെ മകനെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലേക്ക് വിട്ടുകൊണ്ട് ഈ ഭൂമിയിലേക്ക് തന്റെ മകനെ പറഞ്ഞയച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വഴിയായിട്ട് മനുഷ്യനെ സ്നേഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലായിട്ട് മനുഷ്യനെ പല വിധത്തിൽ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഇതിനെല്ലാം പ്രത്യുത്തരമാണ് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമെന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഓരോ വ്യക്തികളെ അവിടെ കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ തിരുവചനത്തിൽ മോശയും ഇസ്രായേൽ ജനവും ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ മോശയും ഇസ്രായേൽ ജനവും ദൈവത്തെ സ്തുതിക്കുന്നത് എന്ന് കാണണമെങ്കിൽ നമ്മൾ ഈ 15-ാമത്തെ അധ്യായത്തിന് മുമ്പുള്ള അധ്യായത്തിലേക്ക് 14-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് യാത്ര ചെയ്യണം. അത് മറ്റൊന്നുമല്ല, മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് കടന്നു പോകുവാനായിട്ട് അവർ ചെങ്കടലിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അവർക്ക് എന്തു ചെയ്യണമെന്നറിയാതെ അവർ വിഷമിക്കുകയാണ്. ആ സമയത്താണ് മോശ കൈകൾ നീട്ടി കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ മോശ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവന് പറയുന്ന കാര്യമനുസരിച്ച് മോശ ചെങ്കടലിലേക്ക് വടി നീട്ടുമ്പോൾ ചെങ്കടൽ പിളരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോശയെയും ഇസ്രായേൽ ജനത്തെയും ചെങ്കടൽ കടത്തിക്കൊണ്ട് രക്ഷിക്കുമ്പോൾ കടന്നു വരുന്ന മോശ പിന്നീട് നമ്മൾ 15-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ഒരു കാര്യം, മോശയും ഇസ്രായേൽ ജനവും ദൈവത്തിന്
നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. വീണ്ടും ജോബിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജോബിനെ ഒത്തിരിയേറെ സൗകര്യങ്ങൾ നൽകുന്നുണ്ട്, ഒത്തിരിയേറെ സുഖ സൗകര്യങ്ങൾ നൽകുന്നു. പക്ഷേ ഒരു നിമിഷം സാത്താനെ പറഞ്ഞയച്ചുകൊണ്ട് അവൻ എന്താണ് അവനെ പരീക്ഷിക്കുമ്പോൾ ജോബ് ചെയ്യുക എന്ന് ദൈവം പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ജോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമാണ് എല്ലാം തന്നത്, ദൈവം എല്ലാം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജോബും ദൈവത്തെ വാഴ്ത്തുന്നതായിട്ട് നമ്മൾ ജോബിന്റെ പുസ്തകത്തിൽ വായിക്കുക. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഹന്നായുടെ സ്തോത്രഗീതം നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹന്ന ദൈവത്തെ വാഴ്ത്തുന്നതായിട്ട് നമ്മൾ കാണണമെങ്കിൽ അതിനു മുമ്പുള്ള അധ്യായത്തിലേക്ക് നമ്മളൊന്ന് പോകണം. കാരണം ഹന്നായ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ഹന്ന ഒരു കാര്യം പറയുന്നുണ്ട്, ദൈവം എനിക്കൊരു മകനെ നൽകുകയാണെങ്കിൽ ആ മകനെ ഞാൻ കർത്താവിനെ തന്നെ ശുശ്രൂഷിക്കുവാനായിട്ട് തിരികെ നൽകുമെന്നുള്ള വാഗ്ദാനത്തിലാണ് ഹന്ന ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഒരു മകനെ ചോദിച്ചു വാങ്ങുക. അതുകൊണ്ട് തന്നെ ഹന്ന തന്റെ മകന് നൽകുന്ന പേര് ഇതാണ്, ഞാൻ കർത്താവിന്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതുകൊണ്ട് ഞാൻ അവന് സാമുവേൽ എന്ന് പേരിടുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ഹന്നായെ അനുഗ്രഹിക്കുന്നുണ്ട്. ഹന്നായെ അനുഗ്രഹിച്ചുകൊണ്ട് മനോഹരമായൊരു മകനെ ഹന്നായ്ക്ക് ദൈവം നൽകുകയും അങ്ങനെ ഹന്ന അവന് സാമുവേൽ എന്ന് പേരിട്ടു. അവന് വളർന്നപ്പോൾ ദൈവത്തിന് തന്നെ ഹന്ന വാഗ്ദാനം നൽകിയതുപോലെ ദൈവത്തിന് തന്നെ ദേവാലയത്തിൽ കൊണ്ടുപോയി ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് മകനെ ഏൽപ്പിക്കുകയും അങ്ങനെ ഹന്നായ്ക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ 10 കുഷ്ഠരോഗികളെ നമ്മൾ കാണുന്നുണ്ട്. ദൈവം അവിടെ വരുമ്പോൾ കർത്താവായ ദൈവമേ എനിക്ക് കഴിയണമേ എന്ന് 10 കുഷ്ഠരോഗികളും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പറയുന്നൊരു കാര്യം, നിങ്ങളെ തന്നെ പുരോഹിതന്മാരെ കാണിക്കുവാനായിട്ട് പോകുവിനെന്ന് ദൈവം പറയുമ്പോൾ അവരെല്ലാവരും പോകുമ്പോൾ അവർക്ക് ഒരു വ്യക്തിക്ക് മനസ്സിലായി താൻ സൗഖ്യമായി എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ സൗഖ്യമായി എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തിരിഞ്ഞു വന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നതായിട്ട് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവവും അവൻ ഒരു സമറിയാക്കാരനായിരുന്നു എന്ന് നമ്മൾ ആ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ ആ സമറിയാക്കാരനും ദൈവത്തിന് നന്ദി പറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അവസാനം യേശു തന്റെ അന്ത്യ അത്താഴ സമയത്ത് ശിഷ്യന്മാരോടൊത്ത് ദൈവത്തിന് നന്ദി പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പല സമയത്താണ് ദൈവം നന്ദി പറയുന്നതായിട്ട് കാണുന്നത്. ഒന്നാമതായിട്ട് 5 അപ്പം 5000 പേരെ തീറ്റിപ്പോറ്റുന്ന സമയത്ത് ദൈവം നന്ദി പറയുന്നുണ്ട്. പിന്നീട് ലാസറിനെ ഉയർപ്പിക്കുന്ന സമയത്ത് ദൈവം അവിടെ ദൈവത്തിന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് ഈ അന്ത്യ അത്താഴ സമയത്ത് ശിഷ്യന്മാരോടൊത്ത് ദൈവം നന്ദി പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവസാനം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലൂടെ ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ദൈവത്തിന് നന്ദി പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒത്തിരിയേറെ വ്യക്തികൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ പോകുമ്പോൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും പരിശുദ്ധ അമ്മ സ്വീകരിച്ച ദൈവത്തിന്റെ ആ വലിയ സ്നേഹമായ സ്തോത്രഗീതത്തിലൂടെ ദൈവം നൽകിയ ആ വലിയ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി തക്ക വിധം പരിശുദ്ധ അമ്മ യാത്ര ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ സ്നേഹത്തിന് വേണ്ടി പരിശുദ്ധ അമ്മ ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ സ്നേഹമാകുവാൻ വേണ്ടിയിട്ടാണ് യൗസേപ്പുമൊത്ത് തന്റെ മകനെയുമൊത്ത് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുക. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41-ാമത്തെ തിരുവചനത്തിൽ സ്നേഹം സ്വന്തമാക്കുവാനായിട്ടാണ് 12-ാമത്തെ വയസ്സിൽ മകനെ തിരഞ്ഞുകൊണ്ട് ദേവാലയത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുക.
യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട് കാനായിലെ കല്യാണ വിരുന്നിലേക്ക് പരിശുദ്ധ അമ്മ നടന്നു നീങ്ങുന്നുണ്ട്. സ്നേഹത്തിന്റെ സഹനം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് കാനായിലെ കാൽവരി മലയിലേക്ക് പരിശുദ്ധ അമ്മ നടന്നു നീങ്ങുന്നുണ്ട്. അവസാനം സ്നേഹത്തിന്റെ കൂട്ടായ്മ സ്വന്തമാക്കുവാനായിട്ട് സെഹിയോൻ മാളികയിലേക്ക് ശിഷ്യന്മാരോടൊത്ത് പരിശുദ്ധ അമ്മ ഒരു നിമിഷം കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകുമ്പോൾ എല്ലാത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മ സ്വീകരിച്ച ആ സ്നേഹത്തെ പോലെ ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റുള്ളവർക്ക് ദൈവം നൽകിയ നന്മകൾ പോലെ നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ നന്മകൾ ഓരോ ദിവസവും ദൈവം വച്ചു നീട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര മാത്രം ഓരോ ദിവസവും ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഈ ഒരു ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകമായിട്ട് ഈ ഒരു നാടിൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ അനുഗ്രഹമായ പരിശുദ്ധ അമ്മയുടെ തിരുനാളിനോട് ഒരുക്കമായിട്ടുള്ള നവനാളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒത്തിരി പേർക്ക് ഈ ഒരു തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ദേവാലയത്തിൽ വന്ന് ആഘോഷിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വച്ചു നീട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ആ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുമ്പോൾ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് നമ്മൾ എത്രമാത്രം തയ്യാറാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഈ ഒരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നൽകുന്ന വലുതും ചെറുതുമായിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നന്ദി പറഞ്ഞതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞതുപോലെ ഓരോ വ്യക്തികളും നന്ദി പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്കും ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി പറയാം. ദൈവം ഓരോ ദിവസവും നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ വാങ്ങിച്ചു കൊടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാവർക്കും മുമ്പ് പിതാവിൽ ജനിച്ചതുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ളോ പ്രകാശത്തിൽ നിന്ന് പ്രകാശവും സത്യത്തിൽ നിന്ന് സത്യദൈവവും ജനിച്ചതിൽ നിന്ന് സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സകലനുമായ അവിടുന്ന് വഴി സകലം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവസരം നൽകി പരിശുദ്ധാത്മാവാൽ കനികാലം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡനമനുസരിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശ്രമിക്കുന്നതനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടായില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകൻ വഴി സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശ്വവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചൊടിയുറപ്പും വരാനുള്ള ദൈവത്തിന്റെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം ആദരപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും ഹൃദയം നുറുങ്ങിയവരെ സുഖപ്പെടുത്തുവാനും അവിടുന്ന് ലോകത്തിലേക്ക് വന്ന പോലെ നമ്മുടെ ഈ കാലയളവിലും സകല അഗതികൾക്കും അവിടുന്ന്
രക്ഷപ്രദാനം ചെയ്യുമാറാകട്ടെ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയെയും അതിരൂപതയെ നയിക്കുന്ന ജോസഫ് പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും അങ്ങേ അരൂപിയായി നിലച്ച് ദൈവജനത്തെ നയിക്കുന്നതിനെ പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹസ്വരൂപനായ പിതാവേ, ഇടവകയെ നയിക്കുന്ന വികാരി ഐക്യസച്ചനെയും സഹവികാരി തിരുമച്ചനെയും ആശ്രമത്തിലെ എല്ലാ വൈദികരെയും വൈദിക വിദ്യാർത്ഥികളെയും പ്രത്യേകമായി ഈ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം നൽകുന്ന പ്രവീൺ കുഞ്ഞാൻ അച്ഛനെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ക്രിസ്തുവിനെ അനുകരിച്ച് അർപ്പണ മനസ്ഥിതിയോടെ തങ്ങളുടെ കടമകൾ നിറവേറ്റുവാൻ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യനായി പിറന്ന ദൈവപുത്രന്റെ ഓർമ്മകളെ ഓർത്തെടുക്കുന്ന ആഗമന കാലത്തിൽ പ്രതീക്ഷകൾക്ക് ശക്തി നൽകുവാൻ, വെളിച്ചമാകുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ശക്തമാക്കട്ടെ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഇടവക മുഴുവനും സ്നേഹത്തിൽ വളരുവാനും പ്രാർത്ഥനയുടെ ഐക്യത്തിൽ ജീവിക്കുവാനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ക്രിസ്തുവിന്റെ ഉയർപ്പിൽ പങ്കാളിയാകുമെന്ന പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ച എല്ലാ സഹോദരങ്ങൾക്കും നിത്യമായ ശാന്തിയും പ്രകാശവും കൽപ്പിച്ചെടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഈ അൾത്താരയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് എല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുതെന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സമ്പൂർണമായി നൽകുന്ന
ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മുടെ നിർമ്മിതമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേ സ്വീകരിക്കുകയും അപരക്ഷയുടെ കൂദാശയായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ. അതിന്റെ ശക്തിയിൽ സഭയുടെ മാതാവായ കന്യകാമറിയത്തിന്റെ ഭവ്യ ഞങ്ങൾ ഉജ്ജ്വലിപ്പിക്കപ്പെടുകയും ആ അമ്മയോടൊപ്പം രക്ഷാകര പ്രവൃത്തിയോട് കൂടുതൽ ഐക്യപ്പെടുവാൻ അർഹയാകുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ആഘോഷത്തിൽ അർഹമായ സ്തുതിഗീതങ്ങളാൽ അങ്ങേ വാഴ്ത്തുക എന്നതും ഉചിതമാണല്ലോ. ആ മാതാവ് അങ്ങേ വചനം തന്റെ വിമല ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കന്യകാദരത്തിൽ ഗർഭം ധരിക്കുവാൻ അർഹയാവുകയും സൃഷ്ടാവിന് ജന്മം നൽകിക്കൊണ്ട് സമാരംഭം പരിപോഷിപ്പിക്കുകയും ചെയ്തുവല്ലോ. കുരിശിൻ ചുവട്ടിൽ വെച്ച് ദൈവിക സ്നേഹത്തിന്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് ആ മാതാവ് ക്രിസ്തുവിന്റെ മരണത്താൽ നിത്യജീവനിലേക്ക് ജന്മം പ്രാപിച്ച സകല മനുഷ്യരെയും മക്കളായി സ്വീകരിച്ചുവല്ലോ. അപ്പസ്തോലന്മാർ അങ്ങേ വാഗ്ദാനമായ ആത്മാവിനെ പ്രതീക്ഷിച്ചിരുന്നപ്പോ ആ മാതാവ് തന്റെ അപേക്ഷകൾ ശിഷ്യരുടെ പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥനാ സഭയുടെ മാതൃകയായി തീർന്നു. സ്വർഗീയ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ട് ആ മാതാവ് മാതൃസ്നേഹത്തോടെ തീർത്ഥാടക സഭയെ അനുയാത്ര ചെയ്യുകയും കർത്താവിന്റെ മഹത്വപൂർണമായ ദിനം സമാഗതമാകുന്നതുവരെ പിതൃരാജ്യത്തിലേക്കുള്ള സഭയുടെ കാലടികൾ കനിവോടെ കാത്തുപാലിക്കുകയും ചെയ്യുന്നുവല്ലോ. ആകയാൽ സകല വിശുദ്ധരോടും മാലാഖമാരോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ ഒരേ ഹൃദയത്തോടെ ഒന്നു ചേർന്നാലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ.
സ്നേഹം നിറഞ്ഞവരെ, സ്തോത്രയാഗ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഈ ദിവസം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കാതെ പോയിട്ടുള്ള എല്ലാ മക്കളെയും അവരുടെ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഒരു നിമിഷം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ തിരുനാളേറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ ഇടവക മുഴുവനെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഇടവകയെ നയിക്കുന്ന വികാരിച്ചനെയും കൊച്ചിനെയും ഈ ആശ്രമത്തിലെ എല്ലാ വൈദികരെയും ബ്രദേഴ്സിനെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഒരു നിമിഷം നമുക്ക് ഈ അൾത്താരയിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലേക്ക് ഈ നിമിഷം ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവ് വഴിയായിട്ട് ദൈവത്തിൻ്റെ വലിയ അത്ഭുതം ഈ സമയത്ത് ഈ അൾത്താരയിൽ നടക്കുവാനായിട്ട് പോവുകയാണ്. ഭക്തിപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ ഈ കാലഘട്ടത്തെയും ഈ കാലഘട്ടം മൂലം പ്രയാസപ്പെടുന്ന എല്ലാ വ്യക്തികളെയും മരണമടഞ്ഞവരെയും എല്ലാം ഒരു നിമിഷം നമുക്ക് ഓർത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഈ സ്തോത്രയാഗ പ്രാർത്ഥനയിലേക്ക് ആഴമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമുക്ക് അലപ്പിച്ചേരാം. മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനും സ്തുത്യർഹനുമാകുന്നു. ജീവിതയാത്രയിൽ അങ്ങ് എന്നും അവരുടെ കൂടെയുണ്ട്. സത്യമായും അങ്ങേ അനുഗ്രഹീതനായ പുത്രൻ തന്റെ സ്നേഹത്താൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണ്. ഒരിക്കൽ ശിഷ്യന്മാർക്കെന്ന പോലെ ഞങ്ങൾക്കും അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങൾ തുറക്കുകയും അപ്പം മുറിക്കുകയും ചെയ്യുന്നു. ആകയാൽ പരമകാരുണികനായ പിതാവേ, കാഴ്ച വസ്തുക്കളായ അപ്പവും വീഞ്ഞും പവിത്രീകരിക്കുവാൻ അങ്ങേ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡ സഹിച്ചതിന്റെ തലേനാൾ അന്ത്യത്താഴരാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. എന്റെ കർത്താവേ, എന്റെ നല്ലിടയാ, അങ്ങേക്ക് ആരാധന. എന്റെ കർത്താവേ, എന്റെ നല്ലിടയാ, അങ്ങേക്ക്
അനുഗ്രഹത്തിൻ്റെ പാനപാത്രം കരങ്ങളിലെടുത്ത് അങ്ങേ കരുണ പ്രകീർത്തിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കും എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആരാധന 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 യേശുവേ. ആരാധന 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 യേശുവേ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ പരിശുദ്ധനായ പിതാവേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും വഴി അങ്ങ് ഉത്ഥാനത്തിൻ്റെ മഹിമയിലേക്ക് ആനയിക്കുകയും അങ്ങേ വലതുഭാഗത്തിരിക്കുകയും ചെയ്ത അവിടുത്തെ അനുസ്മരിച്ച് അങ്ങേ സ്നേഹത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് വരുന്നതുവരെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ജീവൻ്റെ അപ്പവും അനുഗ്രഹത്തിൻ്റെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സഹാബലിയായി ഞങ്ങൾക്ക് നൽകപ്പെട്ടതും ഞങ്ങൾ സമർപ്പിക്കുന്നതുമായ അങ്ങേ സഭയുടെ ഈ യാഗദ്രവ്യം കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങേ സ്നേഹാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങേ പുത്രൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ അംഗങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും നിത്യതയുടെ ദിനത്തിലും എണ്ണപ്പെടുവാൻ അങ്ങ് ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും എല്ലാ മെത്രാന്മാരോടും വൈദികരോടും ഡീക്കന്മാരോടുമൊപ്പം അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും പൂർണ്ണമാക്കുവാൻ തന്നെയണമേ. ഞങ്ങളുടെ സഹോദരരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ നയനങ്ങൾ തുറക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വാക്കാലും പ്രവൃത്തിയാലും സാന്ത്വനമേകുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ മാതൃകയും കൽപ്പനയും അനുസരിച്ച് അവരെ ആത്മാർത്ഥമായി ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. സകല മനുഷ്യരും നവമായ പ്രത്യാശയാൽ പ്രചോദിതരാകുവാൻ തക്കവിധം അങ്ങേ സഭ സത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നീതിയുടെയും സജീവ സാക്ഷ്യമായി നിലനിൽക്കുമാറാകട്ടെ. അങ്ങേ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ നിന്ന് പ്രാപിച്ച ഞങ്ങളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും മൃതിയടഞ്ഞ സകലതയും അങ്ങ് ഓർക്കണമേ. അവരുടെ വിശ്വാസം അങ്ങേക്ക് മാത്രം അറിവുള്ളതാണല്ലോ. അങ്ങേ മുഖദീപ്തി കണ്ട് ആനന്ദിക്കുവാൻ അവരെ അനുവദിക്കുകയും ഉദ്ധാനത്തിൽ അവർക്ക് ജീവന്റെ പൂർണ്ണിമ നൽകുകയും ചെയ്യണമേ. ഇഹലോക തീർത്ഥാടനത്തിനു ശേഷം നിത്യഭവനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെയും അനുവദിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങയോടുകൂടെ നിത്യമായി വസിക്കുകയും ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അപ്പോസ്തലന്മാരോടും രക്തസാക്ഷികളോടും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഒന്നു ചേർന്നുകൊണ്ട് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ
അതിൽ ഞങ്ങളെയും പങ്കുചേർക്കണമേ. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ ഉപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ.
ദൈവികാരണ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയെ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരികണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഈ ബലിയർപ്പിച്ച് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹബഹുമാനപ്പെട്ട പ്രവീൺ ഡിക്കോഞ്ഞാച്ചനാണ്. ജീവിതത്തിൻ്റെ പ്രത്യേകമായ സങ്കടകരമായ അവസ്ഥയ്ക്ക് നടുവിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയുന്ന പരിശുദ്ധ അമ്മയെ അച്ഛൻ നമുക്ക് പരിചയപ്പെടുത്തി നൽകുകയായിരുന്നു. നമ്മുടെ ഈ സാഹചര്യത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം. പ്രത്യേകമായും ബഹുമാനപ്പെട്ട പ്രവീണച്ചൻ നന്ദി പറയുകയാണ്. ഇടവക മുഴുവൻ്റെയും പ്രസിദ്ധേന്ത്യയുടെയും തിരുനാൾ കമ്മിറ്റിയുടെയും ഇന്നിവിടെ പ്രത്യേകമായും ഈ ദിവ്യബലിയിൽ ഈ ദൈവാലയത്തിൽ പങ്കുചേരുന്ന എല്ലാവരുടെയും നാമത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രവീണച്ചന് ഒത്തിരി നന്ദിയോടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ രാവിലെ 6 മണിക്ക് ദിവ്യബലി,
വൈകിട്ട് 6 മണിക്ക് ദൈവബലി, പ്രസംഗം, നൊവേന, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം. നാളെ നമുക്കായി ബലിയർപ്പിക്കുന്നത് സ്നേഹബഹുമാനപ്പെട്ട വർഗീസ് കണിച്ചുകാട്ടച്ഛനാണ്. പ്രത്യേകമായി അച്ഛൻ നമുക്ക് ഓർക്കാം, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കായി നാളെ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ദൈവമേ കാത്തുകൊള്ളണമേ എന്നുള്ള പ്രാർത്ഥന മനസ്സിലുണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ഇടവകയെ ആത്മാർത്ഥമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിത്രാണത്തിന്റെയും ജീവന്റെയും ആചാരം സ്വീകരിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ സഭകന്യകാമലയത്തിന്റെ മാതൃസഹജമായ സഹായത്താൽ സകല ജനങ്ങളെയും സുവിശേഷ പ്രഘോഷണത്താൽ പഠിപ്പിക്കുകയും ഭൂതലമകിലം ആത്മാവിന്റെ വർഷത്താൽ നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച ആശീർവാദം സ്വീകരിക്കുവിൻ. ആശ്വാസദായകനായ ആത്മാവിനെ അയച്ച് ശിഷ്യന്മാരുടെ മേൽ പ്രകാശമായ തിരുമനസായ പ്രകാശത്തിന്റെ പിതാവായ ദൈവം തന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ആനന്ദഭരിതരാക്കുകയും അവിടുത്തെ അതേ ആത്മാവിന്റെ ദാനങ്ങളാൽ എപ്പോഴും നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. ശിഷ്യന്മാരുടെ മേൽ പ്രത്യക്ഷപ്പെട്ട അത്ഭുതകരമായ തീനാളം സമസ്ത പാപമാലിന്യത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾ സംശുദ്ധീകരിച്ച് അവിടുത്തെ പ്രകാശധാരയാൽ പൂരിതമാക്കുമാറാകട്ടെ. ഭാഷയുടെ വൈവിധ്യം ഒരേ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിൽ സംയോജിപ്പിക്കുവാൻ തിരുവുള്ളമായ അവിടുന്ന് അതേ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഇടവരുത്തുകയും അതുവഴി പ്രത്യാശയിൽ നിന്ന് ദർശനത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, നീ ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.
ഏറ്റവും അനുഗ്രഹീതയായ കന്യകാമറിയത്തിൻ്റെ നിശുദ്ധവും നിർമ്മലവുമായ ഉത്ഭവം വാഴ്ത്തപ്പെടട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ. പ്രാർത്ഥിക്കാം. ഉത്ഭവഭാവത്തിൽ നിന്നും ഓ കന്യകേ, നീ നിർമ്മലയായിരുന്നു. നീ പ്രസിദ്ധ ദൈവപുത്രന്റെ പരമപിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓ ദൈവമേ, പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി നിന്റെ പുത്രന് യോഗ്യമായ വാസസ്ഥലം ഒരുക്കുകയും ആ ദിവ്യകുമാരന്റെ മരണത്തെ മുൻനിർത്തി കന്യകാമറിയത്തെ സകല പാപക്കറകളിൽ നിന്നും നീ കാത്തുരക്ഷിക്കുകയും ചെയ്തുവല്ലോ. പരിശുദ്ധയായ ആ കന്യകയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾ സകല പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് നിന്റെ സന്നിധിയിൽ വന്നു ചേരുവാൻ അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നവനാൾ ജപങ്ങൾ. സഹായ മാതാവേ, നിർഭാഗ്യ പാപിയായ ഞാൻ ഇതാ നിന്റെ പാദങ്ങളിൽ അണയുന്നു. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, നിന്നിൽ ശരണപ്പെടുന്നു. ഓ കാരുണ്യത്തിന്റെ അമ്മേ, എന്നിൽ നീ കനിയണമേ. പാപികളുടെ ആശ്രയവും ശരണവുമെന്ന് സകലരും നിന്നെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ആകയാൽ നീ എന്റെ ആശ്രയവും ശരണവുമായിരിക്കണമേ. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നീ എന്നെ സഹായിക്കണമേ. നിർഭാഗ്യനായ ഈ പാപിയുടെ നേരെ നിന്റെ തൃക്കരം നീട്ടേണമേ. ഇതാ ഞാൻ എന്നെ നിനക്കായി സമർപ്പിക്കുകയും നിന്റെ നിത്യദാസനായി എന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്നിൽ ആശ്രയിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകുവാൻ അനുവുണ്ടായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. നിന്നിലുള്ള എന്റെ ഈ ആശ്രയം എന്റെ നിത്യരക്ഷയുടെ അച്ചാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്നിൽ ആശ്രയിക്കാഞ്ഞതിനാൽ എന്റെ കഴിഞ്ഞ ജീവിതത്തിൽ കഷ്ടമേ പല പ്രാവശ്യം ഞാൻ പാപത്തിൽ വീണുപോയി. നിന്റെ സഹായത്താൽ ഞാൻ വിജയിക്കുമെന്നും നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ എന്നെ സഹായിക്കുമെന്നും ഞാൻ അറിയുന്നു. എന്നാൽ പാപത്തിൽ വീഴുവാനുള്ള പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നിന്റെ സഹായം തേടുന്നതിൽ ഒരുപക്ഷേ ഞാൻ ഉപേക്ഷ വരുത്തിയേക്കുമെന്നും അങ്ങനെ എന്റെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തിയേക്കുമെന്നും ഭയപ്പെടുന്നു. അതിനാൽ എന്റെ അമ്മേ, നാരകീയ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നിൽ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട് ഓ മറിയമേ, നിത്യസഹായ മാതാവേ, എന്റെ ദൈവം എനിക്ക് നഷ്ടപ്പെടുവാൻ ഒരിക്കലും നീ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം തന്നരണമേ. ഈ
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ മറിയമേ, ക്ലേശിതരെ നീ സഹായിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തണമേ. കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ. ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദിക ഗണത്തിന്റെ മധ്യസ്ഥയായിരിക്കണമേ. ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. നിന്റെ നിത്യസഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായം അനുഭവപ്പെടുകയും ചെയ്യട്ടെ. ഓ നാഥേ, നീ ഞങ്ങളുടെ സങ്കേതമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവീശോയെ, നിന്റെ മാതാവായ മറിയത്തെ എപ്പോൾ സഹായമരുളുവാൻ സന്നദ്ധതയുള്ള ഒരമ്മയായി ഞങ്ങൾക്ക് നീ നൽകിയല്ലോ. ആ അമ്മയുടെ അത്ഭുതചിത്രം വണങ്ങുകയും അവരുടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ നിന്റെ പരിത്രാണത്തിന്റെ ഫലം എന്നും അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പരിശുദ്ധ പിതാവിന് വേണ്ടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
നിത്യസഹായം നീ എന്നുള്ള ബോധമേ ഞങ്ങളിൽ ആഴമായി വളരുവാൻ നല്ലൊരു വരവിന്നോ നൽകണേ നിൻ മക്കൾ തേടുന്നേതാ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. രോഗികൾക്കായുള്ള പ്രാർത്ഥന. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളുണ്ടായിരിക്കട്ടെ. ഓ ദൈവമേ, രോഗബാധിതരായ നിന്റെ ദാസരുടെ ജീവിത രീതി സഹനം വഴി ശരിപ്പെട്ട് അവർ നിന്റെ കരുണയാൽ സുഖം പ്രാപിക്കുകയും നീ അവരെ തൃക്കൺ പാർക്കുകയും നീ സൃഷ്ടിച്ച അവരുടെ ആത്മാക്കളെ സമാശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, വിശ്വാസികളെ സമാശ്വസിപ്പിക്കുന്നവനെ, ശിമയോന്റെ ഭാര്യമാതാവിനെ സന്ദർശിച്ചതുപോലെ നീ എളിയദാസനെയും സന്ദർശിക്കുകയും കനിവുണ്ടാകണമെന്ന് നിന്റെ അനന്ത നന്മയെക്കുറിച്ച് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, അവർക്ക് വീണ്ടും ആരോഗ്യം ലഭിച്ച നിന്റെ തിരുസഭയിൽ നിനക്ക് നന്ദി പറയുവാൻ അവരെ വേഗം അനുഗ്രഹിക്കണമെന്ന് നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
സ്വർഗത്തിൽ നിന്നവർക്കപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാപകമായ കൂതാശയങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെ ദിവരഹസ്യങ്ങളെന്നും അണങ്ങുവാൻ അനുഗ്രഹം അരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാവധിന്റെ കാരുണ്യത്തിന് പരിശുദ്ധ പരമാവധിന്റെ കാരുണ്യത്തിന് പരിശുദ്ധ പരമാവധിന്റെ കാരുണ്യത്തിന്